ഹായ്. അപ്പോൾ നമ്മളെ ഒല S1 Pro Plus Gen 3 കേട്ടോ, വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം ജസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 20,000 കിലോമീറ്ററാണ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം 5,000 ഫസ്റ്റ് സർവീസ് വരുന്നത്, സെക്കൻഡ് സർവീസ് 10,000, തേർഡ് സർവീസ് 20,000. അപ്പോൾ 20,000 സർവീസ് ചെയ്തിരിക്കുകയാണ് വണ്ടിയിൽ. പിന്നെ എല്ലാവരോടുള്ള ഒരു മെയിൻ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, സർവീസ് 5th സർവീസ് വരെ, അതായത് 40,000 വരെയുള്ള സർവീസ് എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വണ്ടീൻ്റെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ കട്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് സർവീസ് സെൻ്ററിന് അവർ പറഞ്ഞിട്ടുള്ളത്. വെറുതെ റിസ്ക് എടുക്കണ്ട, കാരണം ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ വണ്ടി വാങ്ങിയിട്ട് അതിൻ്റെ പാർട്സിനും കാര്യങ്ങൾക്കൊക്കെ അത്രയും റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സർവീസ് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാം. സംഭവം സർവീസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒലേൻ്റെ അടുത്ത ഏറ്റവും വലിയൊരു സ്കാമാണ് ഈ സർവീസ് എന്നുള്ളത്. കാരണം വണ്ടിയിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രിക്കാണ്, ഇതിൽ ഓയിൽ ചേഞ്ച് ചെയ്യാനില്ല, ക്ലീനിങ് ചെയ്യാനില്ല, ഒന്നുമില്ല. ലൈക്ക് ഞാൻ പറഞ്ഞത് എൻജിൻ സൈഡാണ് കേട്ടോ. കാരണം മോട്ടറാണ് വരുന്നത്. പിന്നെ ജനറേഷൻ 3ലേക്ക് വരുമ്പോൾ ആകെ നിങ്ങൾക്ക് ചെയ്യാൻ വരിക മെയിനായിട്ട് ചെയിനാണ്. ഓക്കെ, ചെയിൻ ക്ലീനിങ്ങും ചെയിൻ ടൈറ്റനിങ്ങും ആണ് ആകെ നമുക്ക് വരുന്നത്. പക്ഷേ അവർ ചാർജ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് എൻ്റെത് പ്രോ വേരിയൻ്റ് ആണ്, അതായത് Pro Plus ആണ്. എൻ്റെ വണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാം, S1 Pro Plus ആണ്. അപ്പോൾ S1 Pro Plusൻ്റെ കേസിൽ 799 പ്ലസ് GST, അതായത് ഓൾമോസ്റ്റ് 948, 948 രൂപയാണ് എനിക്ക് വന്നത് സർവീസിന്. ഓക്കെ, അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. അതേപോലെ നോൺ പ്രോ വേരിയൻസിനാണെങ്കിൽ 599 പ്ലസ് GST ആണ് വരുന്നത്. ഓക്കെ, സോ അതാണ് ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ. ഇനി അടുത്തൊരു കേസിലേക്ക് വരികയാണെങ്കിൽ, സർവീസ് എന്താണ് ഇവർ സർവീസിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ആക്ച്വലി എനിക്ക് കെയർ പ്ലസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നിങ്ങൾക്ക് അതിന് മുമ്പ് ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. ഇത് വയനാട് നെട്ര എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് അറിയാൻ മതിയാവും, റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നെട്ര. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ മറ്റേ കെയർ പ്ലസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസും ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. പക്ഷേ തേർഡ് സർവീസ് ഞാൻ ഈ അവരുടെ ടൈം ലൈൻ, അതായത് 1 year ആണ് അവർ പറയുന്നത്. ആ 1 yearൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ തേർഡ് സർവീസിന് പോയത്. ഓക്കെ, ഇത് കെയർ പ്ലസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കെയർ പ്ലസ് എടുത്തത്. അറിയാമല്ലോ, ഓൾമോസ്റ്റ് 3,500 രൂപയാണ് കെയർ പ്ലസിന് വരുന്നത്. അപ്പോൾ എൻ്റെത് ആക്ച്വലി കെയർ പ്ലസ് വണ്ടി ഡെലിവറി ആയത് ജൂലൈ 28-നാണ്. അപ്പോൾ ഞാൻ സർവീസിന് ഇപ്പോൾ തേർഡ് സർവീസിന് വേണ്ടി പോയത് ജൂലൈ എനിക്ക് തോന്നുന്നത് 23 or 24 അപ്പോൾ അന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, കെയർ പ്ലസ് കഴിയാനുള്ള സമയം ആയിട്ടില്ല. ഓക്കെ, പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പോയി വണ്ടീൻ്റെ ജസ്റ്റ് ടിക്കറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അവിടുന്ന് സർവീസ് സെൻ്ററിൽ അവർ പറയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ കെയർ പ്ലസ് ഉണ്ടല്ലോ, ഞാൻ കെയർ പ്ലസ് എടുത്തതാണല്ലോ, 3,500 രൂപ കൊടുത്തിട്ട് എടുത്തതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് പറയാം, ലൈക്ക് 4 മാസം മുമ്പ് കെയർ പ്ലസ്സിൽ വണ്ടി സർവീസ് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഫീസ് അടച്ചേ മതിയാവുള്ളൂ. അതായത് ഈ എന്താ പറയുക, സർവീസ് ഫീസ് 948 രൂപ എക്സ്ട്രാ കേട്ടോ. ഞാൻ ഓൾറെഡി 3,499 രൂപ കൊടുത്തിട്ടാണ് ഇതിൻ്റെ കെയർ പ്ലസ് എടുത്തത്. അത് ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് അത് എടുപ്പിച്ചത്. അതിൽ അൺലിമിറ്റഡ് ബെൽറ്റ് ചേഞ്ച്, അൺലിമിറ്റഡ് ബ്രേക്ക് പാഡ് ചേഞ്ച് ഒക്കെ ആയിരുന്നു ആദ്യം അവർ ഓഫർ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ കെയർ പ്ലസ് എടുത്തതിന് ശേഷം ഫസ്റ്റ് അവർ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത്, അതിനുശേഷം ഇപ്പോൾ ഇതാ സർവീസ് അടക്കം റിമൂവ് ചെയ്തു. പിന്നെ എന്തിനാണ് നമ്മൾ കെയർ പ്ലസ് എടുക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അതായത് വണ്ടി എടുത്തിട്ട് നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കുക എന്നുള്ള ഒരു മൈൻഡിൽ ഇവർ കമ്പനി തുടങ്ങിയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം കമ്പനി വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ഓഫർ, അത് കഴിഞ്ഞിട്ട് വേറൊരു ഓഫർ, അത് എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ഞാൻ അവരുടെ മാനേജറൊക്കെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് ഇതിന് സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കെയർ പ്ലസ് എടുത്തത്. അല്ലെങ്കിൽ ആർക്കും വെറുതെ 3,500 രൂപയും കൊടുത്തിട്ട് ആരും ഇങ്ങനത്തെ ഒരു പ്ലാൻ എടുക്കില്ലല്ലോ. ആദ്യം ബ്രേക്ക് പാഡൊക്കെ അൺലിമിറ്റഡ് ആണ്, ബ്രേക്ക് പാഡിന് 600 രൂപ എന്തോ ബ്രേക്ക് പാഡിന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാന്നുള്ള കാര്യത്തിലായിരുന്നു ഇവർ നമ്മളെ കൊണ്ട് പറഞ്ഞ് കെയർ പ്ലസ് എടുപ്പിച്ചത്. ഓക്കെ, പക്ഷെ അത് എടുത്തതിന് ശേഷമാണ് അറിഞ്ഞത് അതൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 1 by 1 ആയിട്ട് കസ്റ്റമേഴ്സിനെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ
വെറുപ്പിക്കാൻ ഒലേനെ പോലത്തെ ഒരു കമ്പനി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളൊരു ഇൻഫർമേഷനിലേക്ക് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി ഒലേൻ്റെ സർവീസ് സെൻറ്ററിൽ നമ്മൾ എന്ത് സർവീസിനും, അതായത് ബ്രേക്ക് പാഡിന് പുറത്തുനിന്ന് വാങ്ങിയിട്ട് മാറ്റാനോ, ചെയിന് ടൈറ്റാക്കാനോ, അതേപോലെ അലൈൻമെൻറ്റ് റെഡിയാക്കാനോ, വീൽ ഊരാനോ, ജസ്റ്റ് എന്ത് കാര്യത്തിന് നമ്മൾ അവിടെ പോയി ടിക്കറ്റ് റൈസ് ചെയ്താലും സർവീസിന് 499, അതായത് 499 രൂപ എന്തായാലും അവർ ചാർജ് ചെയ്യുന്നുള്ളൊരു കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. വെറുതെ ചെറിയ ചെറിയ പണികളൊക്കെ ആണെങ്കിൽ മാക്സിമം എന്താക്കുക, പുറത്തുനിന്ന് തന്നെ ചെയ്യും. ഇപ്പോൾ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എൻ്റെ വണ്ടീനെ ഞാൻ തന്നെയാണ് ചേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം വെറുതെ നമ്മൾ 500 രൂപ കൊണ്ടുപോയിട്ട് അതും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട. വണ്ടി വാങ്ങിയിട്ടോ ഒരുവിധം എല്ലാവരും ബുദ്ധിമുട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ തേർഡ് സർവീസ് എക്സ്പീരിയൻസ്. ഞാൻ ആ വീഡിയോ മീൻസ് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇനി നമുക്ക് കഴിയുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് പോലെ എടുക്കുന്നതും അല്ലെങ്കിൽ എടുത്ത് കുടുങ്ങിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ട് ചെയ്യുന്നതാണ് വീഡിയോ. നമുക്ക് ചാനൽ കണ്ടറിയാം, മെയിനായിട്ട് അതേ ഉള്ളൂ. അല്ലാതെ യൂട്യൂബിൽ അങ്ങനെ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ജസ്റ്റ് ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം, എന്തെങ്കിലും ഉള്ള ലൈക്ക് എവിടെയെങ്കിലും പോയാലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സർവീസിൻ്റെ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ള ഒരുവിധം എല്ലാ ഷോറൂമുകളും സർവീസ് സെൻ്ററുകളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വാറണ്ടി റിലേറ്റഡ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ സർവീസ് സെൻ്ററിൽ പോയിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. കാരണം പുറത്തുനിന്നായാലും ഇതിൻ്റെ പാർട്സിന് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം പുറത്ത് പ്രൊഡക്ഷനൊക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ മാക്സിമം വാറണ്ടിയിൽ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും വാറണ്ടി തന്നെ ചെയ്യാം. ഇനി അവരിങ്ങനൊരു സ്കാം ചെയ്ത സ്ഥിതിക്ക് നമുക്കെന്തായാലും എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ ആ ഒരു ഇത് പെട്ട അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, സോ അത്രയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു.